വിലായത് ബുദ്ധ. ഇതല്ല, ദാ ഇത്. വെൽക്കം ടു ലെറ്റ് സ്റ്റാർട്ട് റീഡിംഗ് സീരീസ് പാർട്ട് 5. സംവിധായകൻ സച്ചിൻ മരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്ത പ്രൊജക്ട് ഈ ബുക്കിനെ ആസ്പദമാക്കിയിട്ടാണെന്ന് അറിഞ്ഞപ്പോഴേ ഈ ബുക്ക് വായിക്കണം ഞാൻ തീരുമാനിച്ചായിരുന്നു. അങ്ങനെ ബുക്ക് സ്റ്റാളിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ ഈ ബുക്ക് അങ്ങ് എടുത്തു. വലിയൊന്നുമില്ല കേട്ടോ, 180 റുപ്പീസാണ് ഇതിന്. സച്ചി എന്ന സംവിധായകനിലുള്ള വിശ്വാസം മാത്രമല്ല, GR ഇന്ദുഗോപൻ എന്ന എഴുത്തുകാരനിലുള്ള വിശ്വാസം കൂടിയായിരുന്നു ഈ ബുക്ക് എടുക്കാനുള്ള റീസൺ. സച്ചിയുടെ മരണത്തിന് ശേഷം വന്ന പതിപ്പായതുകൊണ്ട് തന്നെ ഈ ബുക്കിന്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഒരു സമർപ്പണ കുറിപ്പുണ്ടായിരുന്നു. അത് വായിച്ചപ്പോൾ സച്ചിൻ എന്ന സംവിധായകൻ മലയാള സിനിമയ്ക്കും ഒരു മലയാള സിനിമ പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്കും എന്തോ വലിയ നഷ്ടം സംഭവിച്ചൊരു ഫീൽ തന്നെ ഉണ്ടാക്കി തന്നു. ഇപ്പോൾ ഈ ബുക്ക് സിനിമയായിട്ട് ഇറങ്ങിയതിനു ശേഷവും ആ നഷ്ടം എത്രത്തോളം വലുതാണെന്ന് കുറെ റിവ്യൂസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഇനി ബുക്കിലേക്ക് തിരിച്ചു വന്നാൽ, മറയൂർ എന്ന ഒരു ഗ്രാമപ്രദേശവും അവിടെ ഉണ്ടായ ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്ത് രണ്ടുപേർ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും ആ കോൺഫ്ലിക്റ്റ് എങ്ങനെ പിന്നീട് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്നു അതെങ്ങനെ സോൾവ് ആവുന്നു എന്നുള്ളതാണ് ഈ ബുക്ക്. ബുക്കിൽ ഓരോ ക്യാരക്ടറിനും ഭയങ്കരമായൊരു ഡെപ്ത് ഉണ്ടായിരുന്നു. സിനിമയിൽ വന്നപ്പോൾ അതെന്തോരം ഉണ്ടെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ സിനിമ കണ്ടിട്ടില്ല. ഞാൻ ഓൾറെഡി വായിച്ച ബുക്കുകളുടെ ബേസ് ചെയ്തിട്ടുള്ള സിനിമകൾ കാണുന്നത് തന്നെ എനിക്ക് ഭയങ്കര കുറവാണ്. പക്ഷെ ഇത് ഓൾറെഡി പ്ലാൻ ചെയ്ത സിനിമ ആയതുകൊണ്ട് വായിക്കുമ്പോൾ തന്നെ ആ ഒരു ക്യാരക്ടർ പൃഥ്വിരാജ് എന്നറിയാവുന്നതുകൊണ്ട് പൃഥ്വിരാജിന്റെ ഫേസ് തന്നെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ ഓപ്പോസിറ്റ് ക്യാരക്ടറിന് ഞാൻ കണ്ട ഒരു സങ്കല്പം ബിജു മേനോന്റേതായിരുന്നു. അയ്യപ്പനും കോശിയുടെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം. പക്ഷെ ടു ബി ഫ്രാങ്ക്, ഈ ബുക്ക് നല്ലൊരു ബുക്കാണ്. ഞാൻ ഒരൊറ്റ ഇരിപ്പിന് വായിച്ചു തീർത്ത ബുക്കാണ്. വളരെ ചെറിയ ബുക്കാണ്. തുടക്കക്കാർക്കൊക്കെ നല്ല ഈസി ആയിട്ട് വായിച്ചു തീർക്കാം. ഇനി സിനിമ കാണാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഈ ബുക്ക് എന്തായാലും വാങ്ങിച്ച് വായിക്കാം. സിനിമയേക്കാൾ ഒരു എക്സ്പീരിയൻസ് എന്തായാലും ഈ ബുക്ക് തരുന്നു ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഹാപ്പി റീഡിങ്.